നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സമയം എന്താണെന്നും നിങ്ങൾ ഉടനെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചില എക്സ്പീരിയൻസ് എന്താണോ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അത് റിലേഷൻഷിപ്പിനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണോ അറിയേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യുക. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണുക. നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെ പോകുന്നുവെന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, വിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാണുക. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താൻ. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ റൈറ്റ് ഹീലിങ്ങും അഫർമേഷൻസുകളൊക്കെ ചെയ്യുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന ആ ഒരു അനുഭൂതിയോട് കൂടി തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ. ഇന്നലത്തെ റീഡിങ്സിനകത്ത് ഒരുപാട് പേര് അവരുടെ മാനസിക പ്രശ്നം, അവരുടെ ഉറക്കമില്ലായ്മകൾ, അവർ നേരിടുന്ന ആ ഒരു സ്ട്രഗിള്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദുഃഖത്തോടു കൂടി പറയുകയുണ്ടായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിനകത്ത് നമ്മളെ തളർത്തിക്കളയുന്ന ഭാരങ്ങളെ റൈറ്റ് ഹീലിങ്ങിലൂടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിനേക്കാളും വിശ്വാസവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് എഴുതി കത്തിച്ച് കളയുക. ആരിൽ നിന്നാണോ നെഗറ്റീവ് ഉണ്ടായത് ആ വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഇന്നത് സംഭവിച്ചു എന്ന് മറ്റൊരാളോട് പറയുന്നത് പോലെ നിങ്ങൾ പ്രപഞ്ച ശക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പേരുമൊക്കെ വ്യക്തമായിട്ട് എഴുതി തന്നെ കത്തിച്ച് കളയുക കേട്ടോ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോട്ടെ. നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എത്രത്തോളം ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കണ്ടേ സമാധാനപരമായിട്ട്. അതിനുവേണ്ടിയാണ് റൈറ്റ് ഹീലിംഗ്. എഴുതി കത്തിച്ച് കളയൂ, നിങ്ങൾ ഫ്രഷ് ആകൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കറൻറ്റ് സമയത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും വളരെയധികം ദൈവികതയുള്ള, വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷങ്ങൾ പ്രപഞ്ചശക്തി മുന്നിലേക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനെ നിങ്ങളൊരു കോൺഫ്ലിക്റ്റ്, ഒരു ഫൈറ്റിംഗ് പോലെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, പൂർവജന്മ കർമ്മയുള്ളവരാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ലൈഫ് പർപ്പസ് ഉള്ള വ്യക്തികളാണ്. എല്ലാ വ്യക്തികൾക്കും ലൈഫ് പർപ്പസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചില വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ അനുവാദമുള്ളവർ. അങ്ങനെയുള്ള വ്യക്തികൾ ആ പാതയിലേക്ക് നിങ്ങൾ എത്രത്തോളം ബ്ലോക്ക് വരുത്തിയാലും, നിങ്ങൾ എത്രത്തോളം പിന്തിരിഞ്ഞ് മറ്റൊരു സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്താലും, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ നിങ്ങളുടെ സോളിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ വഴിയിലേക്ക് ലാസ്റ്റ് നിങ്ങൾ നടന്ന് നീങ്ങേണ്ടി വരും. ഏകദേശം കുറച്ച് ആളുകളെയൊക്കെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ചിലർക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. സ്വയം മടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ മാർഗത്തെ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 7 ഡേ 4 എനർജിയിലാണ് നിൽക്കുന്നത്. 4 എനർജി രാഹു പ്രസൻസും 7 എനർജി കേതു പ്രസൻസും ആണ് കേട്ടോ. വളരെ ശക്തമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. മാനസിക പിരിമുറുക്കവും ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂവും അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആരും വിശ്വസിക്കാത്ത വിധം നിങ്ങൾ എത്ര ഹൃദയം തുറന്ന് സഹായിച്ചാലും സ്നേഹിച്ചാലും ഒന്നും, അവസാനം നിങ്ങൾ പൊട്ടിയ കുടത്തിൽ വെള്ളം കോരി ഒരു അവസ്ഥയിലായി പോകുന്ന കുറേ ആളുകളുടെ എനർജി ഉണ്ട്. കേതു എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ
ചാരി നിൽക്കുന്ന തോളുകളെല്ലാം ശത്രുദോഷത്തിലുള്ളവരാണ് കേട്ടോ. നിങ്ങൾ ശത്രുക്കളുമായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഫ്രഷായിട്ട് സമാധാനപരമായിട്ട് നീങ്ങേണ്ട സമയത്തിലേക്ക് കടന്നിട്ടുണ്ട്. ചിലർ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് കറൻറ്റ് സമയത്തിലേക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. രാഹു പ്രസൻസ് വളരെ ശക്തമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത് രാഹു പ്രസൻസ് എന്ന് പറയുമ്പോൾ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതിനൊരു പ്രാധാന്യം കൊടുക്കുക കേട്ടോ. മായാവലയത്തിലൊക്കെ പെടുത്തിക്കളയുക, അതായത് അതിമോഹത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോയി പെടും കേട്ടോ. അതുപോലെ ഫാമിലി ലൈഫിലൊക്കെ വളരെ ശക്തമായ വിള്ളലുകൾ, സെപ്പറേഷൻ, ഒരു പക്ഷേ ഈ വിവാഹമോചനമൊക്കെ സംഭവിക്കുന്നത് രാഹുവിൻ്റെ പ്രസൻസ് സമയത്തായിരിക്കും. കേസിലൊക്കെ ചെന്ന് പെടുന്നത്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ കയറി നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ രാഹുവിൻ്റെ ആ ഒരു സമയത്തും. എല്ലാ ഗ്രഹങ്ങളും ദോഷഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള എനർജികൾ വരും. പക്ഷേ ഈ രാഹുവിൻ്റെ ദോഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ചുറ്റിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന്റെ നടക്കൽ മാക്സിമം വഴിപാടുകൾ കഴിക്കുന്നതും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ തന്നെയാണ് നല്ലത്. പ്ലസ് കേതുവും അതുപോലെ നിൽപ്പുണ്ട് കേട്ടോ. അത് മറികടക്കുക. നമ്മൾ സ്വയം നമ്മളുടെ, ഞാൻ പറഞ്ഞില്ല, അഫർമേഷൻസ് എഴുതുക. നമ്മുടെ മനസ്സ്, നമ്മുടെ സോളിനെ പോസിറ്റീവാക്കി എടുക്കുക. നമ്മളിൽ എന്തൊക്കെയാണോ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കറിയാം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. ഇപ്പം നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു, ആ പ്രശ്നത്തെ പോസിറ്റീവാക്കി എടുക്കുക. ഇപ്പോൾ ഒരു കേസിനൊക്കെയാണ്, ഒരു സ്ഥലത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു തർക്കത്തിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ സംബന്ധിച്ച് എല്ലാം നല്ല രീതിയിൽ പോവുകയും മനസ്സിന് സമാധാനം കിട്ടുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഞാനും തമ്മിൽ അനുരഞ്ജനത്തിൽ നിൽക്കുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമിച്ച് കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നതിലും നമ്മൾ പ്രസൻറ്റിൽ അനുഭവിക്കുന്നു എന്ന് തന്നെ ഇത്. അങ്ങനെ സാമ്പത്തികമായാലും ബന്ധങ്ങളായാലും ട്രസ്റ്റ് ഇഷ്യൂ, അതായത് വിശ്വാസക്കേടുകൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിശ്വാസക്കേടോടുകൂടി, നിങ്ങളെ സംശയദൃഷ്ടിയോടുകൂടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സംഭവിച്ചു പോകുന്നത്, അതായത് ഇപ്പം നല്ല ഇതാണ് എന്നുള്ള ആ ഒരു എനർജിയിൽ എഴുതാൻ നോക്കുക കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എനർജി ഉള്ളവരും പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ കണക്റ്റ് ചെയ്ത് പാസ്റ്റ് ലൈഫിലെ ചില കർമ്മകളുമായിട്ട് വന്നിരിക്കുന്നവരുമൊക്കെയാണ് നമുക്ക് ഈ എനർജിയിലേക്ക് കാണാൻ സാധിക്കുന്ന ഭൂരിപക്ഷ ആളുകളുടെയും സിറ്റുവേഷൻസ് കേട്ടോ. പാസ്റ്റിലെ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ചില സിറ്റുവേഷൻസുകളും സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടുള്ളതാണ് കറൻറ്റ് സമയം. ചിലരെ സംബന്ധിച്ച് ആത്മീയ പാതയിലേക്കൊക്കെ മറ്റുള്ളവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാനുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിനെസ്സായ ചില യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ. കറൻറ്റ് സമയത്തിൻ്റെ എനർജി നോക്കുമ്പോൾ ട്രാവലിംഗ് ഒക്കെ ഈ രാഹു പ്രസൻസിൻ്റെ സമയത്ത് സാധ്യമാകുന്നതാണ്. ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു യാത്രയാവാം. ഇതൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കറൻറ്റ് സമയത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ചില ബന്ധങ്ങളോ പുതിയ ചില ബന്ധങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ. ചില സൗഹൃദങ്ങളുമായിട്ടൊരു സെലിബ്രേറ്റ് ചെയ്യാൻ, സൗഹൃദത്തിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ചില ആളുകളോട് ഒരുമിച്ച് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ടൊക്കെ എവിടെയെങ്കിലും താമസിക്കാനും അവരുമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും നല്ല സന്തോഷകരമാകുന്ന ചില ആഘോഷങ്ങൾ, മനസ്സിലെന്നും നിലനിൽക്കാൻ പറ്റുന്ന ചില സന്തോഷ നിമിഷങ്ങളൊക്കെ, അതായത് റിയൂണിയൻ പ്രസൻസാണ് കാണിക്കുന്നത് കേട്ടോ. പഴയ ചില ബന്ധങ്ങളൊക്കെ, സൗഹൃദങ്ങളാവാം, സ്നേഹബന്ധങ്ങളാവാം, നിങ്ങളെ തേടി വരാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷകരമാകുന്നൊരു റിയൂണിയൻ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. ഒന്നിലധികം വ്യക്തികളെ കണക്റ്റ് ചെയ്തുള്ള ഒരു സന്തോഷം, സെലിബ്രേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ കണക്റ്റഡ് ആകും. ചിലരെ സംബന്ധിച്ചൊക്കെ ആ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. സന്തോഷകരമായ ചില കാര്യങ്ങൾ, മനസ്സിനൊരു സമാധാനം കിട്ടുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥമായിരുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സുഖകരമല്ലാത്ത സാഹചര്യങ്ങളിലൂടെയും ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ പോയ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസം, ഒരു സമാധാനം,
അവസാനം ചില ആളുകളെ വിശ്വാസത്തോടു കൂടി കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ചില വ്യക്തികളുടെയൊക്കെ ഒരു പ്രസൻസ് നിങ്ങളിൽ വന്നു ചേർന്നതായിട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കറൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. അതായത് അപ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നോക്കുമ്പം ചിലർക്കൊക്കെ നല്ലൊരു സമയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു പ്രൗഡായ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങളോടൊപ്പമുള്ള ചില വ്യക്തികളെയൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന ചില അവസരങ്ങളും വന്നിട്ടുണ്ട്. ഓവർകം ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ശക്തമാകുന്ന ചില ചീറ്റിങ്ങുകളിൽ നിന്നും ചതികളിൽ നിന്നും അതുപോലെ കോൺഫ്ലിക്റ്റ് വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ ശക്തമാകുന്ന ഫൈറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പറ്റിയിട്ടുണ്ട്. ഒരു അകലം കീപ്പ് ചെയ്ത് അകലം വെച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു അകലമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു പ്രൗഡായ ധൈര്യം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ധൈര്യത്തിൻ്റെ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ്. മാത്രവുമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന സിറ്റുവേഷൻസും ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ഒരുപാട് നിങ്ങൾ സ്പോയിൽ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്ന് നിങ്ങൾ കുറേ ആളുകൾ ഇപ്പോൾ ചേഞ്ച് ആവുന്നുണ്ട് കറൻറ്റ് സമയം. നമുക്കിവിടെ രാഹു കേതു പ്രസൻസിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നേരിടുന്നതായിട്ട്. ചിലരൊക്കെ പുറത്തു പോകാൻ പറ്റാതെ ചിലപ്പോൾ ഒരു വീഴ്ചയോ മറ്റുമൊക്കെ സംഭവിച്ച് ഒരു ഹെൽത്ത് പരമായിട്ട് ഓക്കെ അല്ലാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് കിടക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ അത് രാഹു പ്രസൻസ് ആണ് കേട്ടോ നിങ്ങളെ ഉള്ളിലേക്ക് വലിപ്പിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു വിശ്രമ സമയം അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് വലിയ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് പറയേണ്ടി വരും. വലിയ എന്തോ വരാനിരുന്നിടത്തുനിന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മാജിക്ക് സംഭവിച്ചെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന നിങ്ങൾക്കിപ്പം എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു റെസ്റ്റ് എന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന, അതായത് മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റാത്ത വിധം നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികൾ പരമായിട്ട് ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളിൽ നോക്കുമ്പം നിങ്ങൾക്ക് വളരെ ആഗ്രഹത്തോടു കൂടി ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അർഹതയുള്ളതോ അല്ലെങ്കിൽ തെറ്റായതോ ആയ ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അത് നിങ്ങൾക്കുള്ളതല്ല. ആ ഒരു അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ ആഴത്തിലുള്ള ആഗ്രഹമായിരിക്കാം, നിങ്ങളുടെ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി കൊണ്ട് പറ്റിയതായിരിക്കാം, വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു അട്രാക്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ പിടിച്ച് വയ്ക്കാൻ നോക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതല്ലായിരുന്നു എന്നും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഫാദർ എനർജിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ ഫാദറുമായിട്ടുള്ള എനർജി കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള എനർജി ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഹസ്ബൻഡുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വിധിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് കറൻറ്റ് സമയത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഉടനെ സംഭവിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അതായത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. സാമ്പത്തികപരമായ ഒരു മെച്യൂരിറ്റി, ഒരു സ്റ്റെബിലിറ്റി, ഫ്രീഡം നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധം എല്ലാവരെയും കെയർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ആക്ഷനുകൾ എടുക്കാനും കൂടുതൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ, അതായത് ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ഒക്കെ നിങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് ആവുന്നുണ്ട്. ഈ മാനിഫെസ്റ്റേഷനോ അഫർമേഷൻസ് ഒക്കെ എഴുതുന്നവരുണ്ടാവുമല്ലോ, ഇന്ന കാര്യം എനിക്ക് ഇന്ന സമയത്ത് നടന്ന് കിട്ടിയത്
ഇതിൽ നിന്നൊക്കെ. അതിൽ സക്സസ് ആകുന്ന വ്യക്തികൾ കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഓറ പവർ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓറ പവറൊക്കെ വർദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ സാധിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ നിങ്ങളത് മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര കർമ്മയിലേക്ക് പോകും. നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ ഓറ പവറിൻ്റെ എനർജി വർദ്ധിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സമാധാനപരമാകുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും സന്തോഷിപ്പിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ചിലരെ സംബന്ധിച്ച് ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോയിരുന്ന വ്യക്തികൾക്കിടയിലൊരു ട്രസ്റ്റ് ഇഷ്യൂ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ദുഃഖം, മാനസികപരമായിട്ടുള്ളൊരു നഷ്ടം നിങ്ങൾക്ക് നേരിടാൻ സാധ്യത വരുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് മൈൻഡ് ഉണ്ടായിരുന്ന, കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്ന എനർജിയുമായിട്ട് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടി വരുന്ന, നിങ്ങൾ ഇച്ചിരി ഓവർ തിങ്കിങ്ങിലേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് ഹെൽത്ത്, വെൽത്ത് എല്ലാം നമുക്ക് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിനെ മറികടക്കേണ്ട സിറ്റുവേഷൻസാണ്. ചിലരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വിയോഗത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. മദർ എനർജീനെ ബേസ് ചെയ്തോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു പാഷൻ എനർജീനെ ബേസ് ചെയ്തോ ഒരു വിയോഗം, ഒരു നഷ്ടം നേരിടുന്നുണ്ട്. വിയോഗം എന്ന് പറയുമ്പം നിങ്ങൾ ഉടനെ അത് മരണത്തിലേക്കൊന്നും കണക്റ്റഡ് ആകരുത്. ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾക്ക് അകലം വരുന്നത്, ഒരുപാട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ, ചേർന്ന് നിൽക്കാൻ പറ്റാത്തുള്ള ഒരു അകലത്തെയും നമുക്ക് വിയോഗത്തിലേക്ക് കണക്റ്റ് ചെയ്യാം കേട്ടോ. ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന, വിട്ടുകളയാൻ ഇഷ്ടമില്ലാണ്ടിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് വിട്ട് കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത ദുഃഖം നിങ്ങൾക്ക് വരുത്തുന്നുണ്ട്. ഒരു ചെറിയ രീതിയിലൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനോടും ഒരു മടുപ്പും നിരാശയും സങ്കടവും, അതുപോലെ തന്നെ ഒന്നും ആസ്വദിക്കാൻ, അതായത് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പോലും തോന്നാത്തൊരു ഫീലിങ്സിലേക്കൊക്കെ കുറച്ച് ആളുകൾക്ക് പോകേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുമെല്ലാം ഒരു സമയപരിധി വരെയുള്ളൂ. കറൻറ്റ് ടൈമിങ്ങിനെ കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന എനർജിയാണ്. സമയം മാറിയും. അപ്പം എന്ത് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക കേട്ടോ. സിറ്റുവേഷൻസിനെയൊക്കെ മറികടക്കാൻ റൈറ്റ് ഹീലിങ്ങും അഫർമേഷൻസും നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും അത് ചെയ്തേക്കണം കേട്ടോ. ആർക്കും നഷ്ടമില്ലല്ലോ. നമുക്ക് ഒരു പേനയുടെയും പേപ്പറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അതുപോലെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണൽ അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ബന്ധങ്ങളിലൊക്കെ ഒരു അകൽച്ചയോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ, അതുപോലെ എത്ര ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അത് മനസ്സിലാക്കപ്പെടാതെ പോയിരുന്ന സിറ്റുവേഷൻസിലൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളായി തീരാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ തൃപ്തിപ്പെടുത്താൻ ജീവിക്കുമ്പോൾ നമ്മൾ അഭിനയിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥ വ്യക്തിയായിട്ട് ജീവിച്ച് തുടങ്ങും. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മൂൺ എനർജിയുടെ ബ്ലോക്കേജും ചിലരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. മൂണിൻ്റെ എനർജി എന്ന് പറയുന്നത് ചിലയിടത്ത് നിന്നും ശക്തമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്, ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ന്യായമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണുകയും പറയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അതായത് നിങ്ങൾക്ക് ഭയമില്ല, നോ എന്ന് പറയാനുള്ള ഭയമില്ലാതെ ആകുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. മൂൺ എനർജി ഒരു ട്രാപ്പ് ഫീലിങ്സ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരു ഫെമിനിയൻ എനർജി, ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് നിങ്ങളെ മാനസികപരമായി ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു, അതായത് ഇമോഷണലി യാതൊരുവിധ
അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത, ഇമോഷണലി യാതൊരുവിധ മനസ്സാക്ഷിയും ഇല്ലാതെ, മറ്റുള്ളവരുടെ വേദനയ്ക്കോ മറ്റുള്ളവരുടെ ദുരിതങ്ങൾക്കോ അവരുടെ ഇല്ലായ്മകൾക്കോ വാല്യൂ കൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ലേഡി പ്രസൻസ്. ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ മേഖലയിലുള്ള വ്യക്തിയാവാം, അതല്ലെങ്കിൽ എന്താ പറയുക, പൊതുപരമായിട്ടൊക്കെ ഇല്ല, നമുക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഉയർന്ന സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ കഴിവുള്ള ഒരു ലേഡിയുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ ഒരു ട്രാപ്പ് ഫീലിങ്സ്, ഒരു ഭയം ജനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് ബ്ലോക്ക് ആക്കണമെന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്കൊരു തടയിടണമെന്ന് ചിന്തിക്കുന്ന ഒരു ലേഡി പ്രസൻസ് ആണ് കേട്ടോ അവർ. അത് നിങ്ങളിൽ ചിലർക്കൊക്കെ ഒരു ട്രാപ്പ് എനർജി ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട്, ഒരു ഭയം ജനിപ്പിക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ പതുക്കെ മടിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് 3 എനർജീനെയും കൂടി കണക്ട് ചെയ്തപ്പം ഇമോഷണൽ ലോസ് സംഭവിക്കുന്നു. അതായത് എത്രത്തോളം സ്ട്രോങ് ആവാൻ ശ്രമിക്കുമ്പോഴും ഇമോഷണൽ ലോസ് സംഭവിക്കുന്നു, നമ്മൾ സ്വയം തളർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും നിങ്ങൾ ശക്തമായിട്ട് ചേഞ്ച് ആവണം. ശക്തമായിട്ട് നിങ്ങൾ സ്വയം പറയണം, ഞാൻ പ്രപഞ്ച ശക്തിയാൽ പരിപൂർണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് ഒരു ഭയവുമില്ല, എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് സ്വയം പറഞ്ഞ് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് മറികടക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. കൺഫ്യൂഷൻ വരുന്ന സിറ്റുവേഷൻസുകളുണ്ട്. പുതിയ തുടക്കങ്ങളോ ചേഞ്ചിങ്ങോ ഒക്കെ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് നിൽപ്പുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളൊരു ട്രാവലിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ട്രാവലിംഗ് വളരെ നല്ല ഒരു പോസിറ്റീവായ സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ വിട്ടുകളയാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തമാകുന്നൊരു റീയൂണിയൻ പ്രസൻസും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ കറൻറ്റ് സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം. നിങ്ങൾ ഏത് രീതിയിൽ എത്രത്തോളം ശക്തമായിട്ടാണോ മനസ്സുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു. നിങ്ങൾക്കത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. മാനിഫെസ്റ്റിംഗ് പവർ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ കറൻറ്റ്ലി ഭൂരിപക്ഷം ആളുകളുടെയും എനർജിയിൽ കാണുന്നത്. മെയിനായിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് ലവ് എനർജിയാണ്. നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങളൊന്ന് സ്നേഹിക്കുക. അതുപോലെ ഒരു കൺട്രോളിങ്ങും വിൽ പവർ എനർജിയും. ഇമോഷണലി നിങ്ങൾ ലോസ് ആവാതിരിക്കാൻ പാകത്തിന് നിങ്ങൾ സ്ട്രോങ് ആവുക കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുക. 100% നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് കാണുന്നത്. രാഹു പ്രസൻസിൻ്റെയും കേതു പ്രസൻസിൻ്റെയും എനർജി നിങ്ങളിൽ കുറച്ച് ആളുകളിൽ അത് അവസാനിച്ചെങ്കിലും കുറച്ച് ആളുകളിൽ ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി അതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുക യാത്രകൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴൊക്കെ ശരിക്കും ആലോചിച്ച് വ്യക്തതയോടുകൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ വരും കേട്ടോ.